ഓക്കെ 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 റെഡി ടു ഗോ റെഡി ടു. അല്ല എനിക്ക് ഈ കാര്യത്തിൽ വലിയ ഗ്രഹണമല്ല. അപ്പൊ എന്താ വെച്ചിട്ട് അറിയുന്ന ആൾക്കാർ നിൽക്കട്ടെ. കവുങ്ങും തോളിൽ വെച്ച് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. വെട്ടി വെട്ടി കോയങ്ങ്. പിന്നെ ഇതൊക്കെ ആര്യക്ക് കിട്ടിയിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ആര്യ? സ്വാഗതം. സ്വാഗതം. എന്തൊക്കെയാ കഴിക്കുന്നത്? ചിക്കൻ, അപ്പം. ഞാൻ അപ്പം, മീൻകറി. എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സമയം 10:50. അവിടെ ബാക്കിൽ നമ്മളുടെ അയലൊക്കത്തെ കുട്ടിയുണ്ട്. ഒരു കണ്ണെഴുതാൻ വന്നതാണെന്ന് പറഞ്ഞു. ഒരിടത്തും യാത്ര പോവാണ്. താത്തക്കുട്ടിയില്ലേ? അലീനറില്ല. അപ്പോൾ താത്തക്കുട്ടി ഇവിടെ വന്ന് അലീനറിടാണ് അല്ലേ? അറിയില്ല. ഓരോ ഒടുക്കലൊക്കെ പോകണ്ടാവുന്ന ഞായറാഴ്ചയല്ലേ അല്ലേ? ഇന്ന് ഞായറാഴ്ചയാണ്. സമയം ഞാൻ പറഞ്ഞ പോലെ 11 മണിയാണ് പറയുക. വേറെ ഒന്നല്ല. ഇന്നലെ ഞാൻ കളി അതിൽ എന്താണ് ബ്രസീൽ മൊറോക്കോ കളി. കളിയിൽ ആ കളി കണ്ടു. പുലർച്ചെ 3:30 കളി കണ്ടു. കളി മുഴുവനായിട്ടും കണ്ട് കിടന്നപ്പോൾ പിന്നെ 5:30 പിന്നെ ഈ പറഞ്ഞതുപോലെ നേരത്തെ നീച്ചില്ല. അത് കഴിഞ്ഞ എഡിറ്റിങ് കഴിഞ്ഞിട്ട് മുടി അത്ര ഉണ്ട്. നല്ല സൂപ്പറായിക്കണ് അല്ലേ? വലിയ മുടി ഉണ്ടാവട്ടെ. ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ തന്നെ ചായ കുടിച്ചിട്ട് അങ്ങനെ പോകും. ചിന്നുവിന് എന്തൊക്കെയാ ഒരു അസ്വസ്ഥതകൾ അല്ലേ? കുളത്തിപ്പിടുത്തം. ഇന്ന് നമ്മളുടെ വീഡിയോ കാണുന്ന ഒരു ഫാമിലി ഇതിന് മുമ്പ് തന്നെ വരാമെന്ന് എന്നോട് പറഞ്ഞു. ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരുവാണെങ്കിൽ അവരെയും കാണാം. വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടാവട്ടെ, ഒക്കെ അറിയില്ല. പക്ഷെ എന്തായാലും അവർ വരുവാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. അവർ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരട്ടെ. എനിക്കും ഞാൻ തന്നെ അവരെ കണ്ടിട്ടില്ല. നോക്കാം നമുക്ക്. എന്തേ രണ്ടപ്പം തിന്നു. 5 തിന്നുവാണെങ്കിൽ തിന്നിട്ടുണ്ടാവില്ല. 5 തിന്ന് ഛർദിച്ചു. നമുക്കൊരു ട്രിപ്പ് ഉണ്ട്. ഇന്നലെ പറഞ്ഞു വെച്ചതാണ്, ഞാൻ മറന്നിട്ടുണ്ട്. ഇപ്പോൾ 1-2 ദിവസമായിട്ട് കാര്യപ്പെട്ട മഴയൊന്നുമില്ല കേട്ടോ. കാര്യപ്പെട്ട മഴ ഏതുവഴി പോയാവാന്നില്ല. ഇന്ന് പേര് നേരം 11, ഞാൻ പറഞ്ഞില്ല 11 മണി 11:10 പക്ഷെ എങ്കിൽ വലിയൊരു ചൂടോ കാര്യമൊന്നുമില്ല. ഒരു ചെറിയൊരു മങ്ങിയ പ്രകാശത്തിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് നിൽക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നെല്ല് കൃഷി ചെയ്ത പോലെ അല്ലേ? പക്ഷെ എങ്കിൽ ഇതൊക്കെ അങ്ങനെ മഴ പെയ്തിട്ട് അങ്ങനെ തന്നെ മുളച്ചതാണ്. ഏതായാലും ഞാൻ അവരുടെ വീടെത്താനായി. അവരെടുക്കണം. ഇവിടുത്തെ പയ്യന്മാർ കളിച്ചിരുന്ന കണ്ടാണത്. കണ്ടെന്നാ ഞങ്ങളോട് പറയാം. പാടത്തിന്റെ ഓരോ പോർഷൻ കണ്ടെന്ന് പറയാം. അപ്പൊ ഈ ഒരു കണ്ടത്തിലായിരുന്നു ഇവിടുത്തെ ഏക്കന്മാർ കളിച്ചിരുന്നത്. അവരുടെ കളി കഴിഞ്ഞു. ഇവിടെ ഗ്രൗണ്ടില്ല ഞങ്ങൾക്ക്, അതാണ് പ്രശ്നം. പിന്നെ ഇവിടുത്തെ പാലം കണ്ടങ്ങൾ. ഇവിടുത്തെ പാലം ബ്രസീലായിക്കണം. ബ്രസീലിന്റെ പാലം. പിന്നെ ഇവിടുത്തെ പയ്യന്മാരുടെ ഒരു ഫ്ലക്സ് ഉണ്ട് ഇവിടെ. ബ്രസീലിന്റെ പാലം കണ്ട, ബ്രസീൽ പാലം. ഇവിടുത്തെ എല്ലാ ചെക്കന്മാരും കൂടിയിട്ട് ഫ്ലക്സ് വെച്ചതാണത്. ഇതേപോലെ വെക്കാനാണ് ഞങ്ങളും കരുതുന്നത്. ഇതേപോലെ വെക്കാനാണ്. ഇതേതാണ്ട് ഇതിന്റെ തന്നെ അത്ര ഉണ്ട് കേട്ടോ. ഒരു 15 അടിയോളം 15 ഉണ്ടോന്നു. ഒരു 20 അടി നീളം ഉണ്ടാവും അത്. നമ്മൾക്കും തന്നെ 10 അടി 25 അടി 30 അടി ആ റേഞ്ചിക്ക് നമ്മൾക്ക് നീളം ഉണ്ടാവും. പക്ഷെ നമ്മളെ കജിന്ന് പോയടോ. നമ്മളെ കജിന്ന് പോയി പറഞ്ഞാൽ എത്ര നമ്മൾ കരുതിയത് 20 ആളൊക്കെയാണ് നമ്മൾ ടോട്ടലി കരുതിയിരുന്നത്. ഒരു 20 ഏക്കന്മാരെ നമുക്ക് വെക്കാന്നുള്ളത്. പക്ഷെങ്കിൽ ഇതങ്ങോട്ട് കയറി കത്തി ഇപ്പൊ ഏതാണ്ട് 55 ആളുകളോളമായി. ഇനിയിപ്പോ ഈ പറഞ്ഞില്ലേ ലിമിറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോ എന്താ കാട്ട? ആരോട് നോ പറയാൻ വേണ്ടി പറ്റില്ല. എല്ലാവരും ഉൾപ്പെടുത്തണം. എല്ലാരും ഉൾപ്പെടുത്തി ചെയ്യുമ്പോഴേക്ക് ഫ്ലെക്സ് വലുതാവും. 100 രൂപ വെച്ച് കൂടുതലല്ലേ? ഫ്ലെക്സും വലുതാവുന്നുണ്ട്. പക്ഷെ എന്തായാലും കണ്ടറിയണത് എന്തായിത്തീരുന്നുള്ളത്. പണിയെടുക്കാൻ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പേര് 100 രൂപ തരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങാടിയിലാണ് ലൈനിലൊക്കെ അത്യാവശ്യം വണ്ടി. ഞാൻ നേരത്തെ പോയത് ഒരു ലോക്കൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങാടിയിലിട്ടു. എന്താ പറയാ, കവിഞ്ഞ് മുറിക്കണം ഫ്ലക്സ് വെക്കാൻ വേണ്ടിയിട്ട്. ഫ്ലക്സിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ട് വരില്ലല്ലോ. അതിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ ഇറങ്ങേണ്ടി വരും.
അപ്പൊ അതിനൊന്നും എല്ലാരും കിട്ടൂല പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ചെക്കന്മാര് വിളിക്കുന്നുണ്ട് പാലത്തിങ്ങൾക്ക് വാ, ആളില്ല എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ പോയി നോക്കട്ടെ. ഒരു കൂടുതൽ ആളുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് തെറിക്കാം. ഒരാളില്ല, ഒരാള് കുറവാണെങ്കിൽ ഓരപ്പം കൂടേണ്ടി വരും. തുണിയും കുപ്പായം മാറ്റേണ്ടിയും വരും. പാലത്തിങ് എല്ലാവരും വണ്ടിയുണ്ട്, ആരെയും കാണാനല്ല. അപ്പൊ പോയോ മുറിക്കാൻ വേണ്ടിട്ട്? അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. മുറിക്കാൻ വേണ്ടി പോവാണെങ്കിൽ ഏതാണ്ട് ആ ഭാഗത്തേക്കാവും പോവാ. അവരുടെ കൂടെ ഒന്ന് കഴിഞ്ഞൊക്കെ മുറിച്ചിട്ടൊക്കെ വരാം നമുക്ക്. ഇവിടെ ഈ ഒരു സൈഡിൽ, അതായത് ക്രിസ്ത്യാനോന്റെ ഇപ്പുറത്ത് ഇങ്ങോട്ടായിട്ട് വെക്കാനാണ് ഞങ്ങൾ കരുതണത്. നോക്കട്ടെ, അവരൊക്കെ എവിടെയും കാണാനില്ല. നാട്ടിലോല് ആളില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്താണ്ട് ഓല് വേറെ ഏതോ വഴിക്ക് എന്തോ ഒരു പരിപാടിക്ക് ആരൊരാളെ വീട്ടിലെന്താ വള്ളപ്പൊക്കാണെന്നൊക്കെ അത് നോക്കാൻ വേണ്ടി പോയിക്കണേ. അപ്പൊ പിന്നെ ആട് പോകുന്നു. ഓരോ ഒഴിക്കോളും, ഓരോ പടം നമ്മ കുറച്ചു നേരം ഓടാം. നമുക്ക് ഇങ്ങോട്ട് രണ്ടാളെ മടക്കം കിട്ടി. അങ്ങനെ പോന്നാണ്. അത്യം പറഞ്ഞ ആളെ കണ്ടപ്പോൾ ഇങ്ങോട്ട് പോന്നാണ്. അപ്പൊ നമ്മള് 5-2-7 ഇവിടെ ഇരുന്നാണ്ട് ഒരു ലോക്കൽ പോലും കിട്ടിയില്ല. ഞാന് നേരെ നാട്ടിലേക്ക് പോവാണ്. വണ്ടിയുണ്ട് അത്യാവശ്യം കേട്ടോ. ഞായറാഴ്ച പറഞ്ഞിട്ട് കാര്യമില്ല. ഓടാനൊക്കെ വേണ്ടിട്ട് എല്ലാരും വന്നത്. വെറുതെ ഇരിക്കുകയാണ്. ഓട്ടം എനിക്ക് ഇത്ര നേരമായിട്ട് ലോക്കൽ കിട്ടിയില്ല. അപ്പൊ സമയം എന്ന് പറയുന്നത് 12:20. ഞാൻ നാട്ടിലേക്ക് ചെക്കന്മാരെ വിളിക്കേണ്ട വീണ്ടും. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നോക്കട്ടെ. ഒരു പറയാ ഇതൊക്കെ ഏറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ നമ്മളെ എന്താ പറയാ മാനസികമായിട്ട് തളർത്തുകയാണോ അല്ല മണ്ട കൊടുക്കണം. സംഗതി വെട്ടണവര് പോയിക്കണം. അവര് പോയിട്ടുള്ളത് ആണ്ട് ആ ഒരു സൈഡിലേക്കാണ്. വെട്ടിയിട്ടുണ്ട് അവരവിടുന്ന് ഏറ്റുന്ന പരിപാടിയൊക്കെ എന്നെ കാണുന്നുണ്ട് ആ ഒരു ഭാഗത്ത്. എന്നെ കൊണ്ട് വയ്യായികല്ല, ഞാൻ പോകട്ടെ പോയോക്കാം. ഞാൻ പ്രസാദമുണ്ട്, രണ്ടാളും ഒരുമിച്ചത് പോയാൽ നടന്നു പോകാം, അല്ലെങ്കിൽ നല്ല ബൈക്ക് എടുത്ത് പോവാം. അതിലെങ്ങനെ ഒരു വഴിയുണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ആ വീട് വരത്ത്. ഇല്ല ജി കൊയങ്ങിയിട്ടൊന്നുമില്ല ഒറ്റക്കൊരു കവുങ്ങ് മുറിച്ച് വന്നോട്ടെ ചെക്ക. ഇത് മുറിച്ചത് തള്ളിട്ടതാ. കായോണ്ട പൈസ വണ്ടി മാറ്റി കൊടുക്ക. എന്താ ഇവിടെ ഓഫ് ആക്കിയിട്ടാണ് ചെങ്ങന്മാരെ. അപ്പോ നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. ഞാന് മുറിക്കാൻ വേണ്ടി പോകേണ്ടി വന്നില്ല. അത് നമ്മൾക്ക് കുഞ്ഞാണി വലിയ ആണിയൊക്കെ പോയിന് അങ്ങോട്ട്. അതുകൊണ്ട് വലിയ വിഷയമല്ലാതെ അല്ലേ കുഞ്ഞാണിയുണ്ട്. കുഞ്ഞാണി അമ്പലത്തിലൊക്കെ ഉണ്ടോ? ഇപ്പോൾ 2-3 കഴിഞ്ഞ് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കട്ടൗട്ടർ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് പിന്നെ നാടൻ പണിയാണ്. അപ്പുറത്ത് പിന്നെ പ്രൊഫഷണലാണ്. അത് കാണാൻ ചോർക്കുണ്ടാവും ബാക്ക്. പൊക്ക് അതായത് മേലിന്ന് മുറിച്ച് തോട്ടിക്കൂടെ ഒഴുക്കി വിട്ടേക്കുവാണ് അവര്. ഇതാ സരിയാ പിന്നെ പാപ്പന്റെ അച്ഛനടിച്ചാണത്. പക്ഷെ നിങ്ങൾക്ക് ടൂൾസ് പറയുന്നില്ലേ? അതാണ് നമുക്ക് കവിങ്ങ കാണാണ് ഇടക്ക്. കാട്ടുമൂപ്പനാണോ? 3 ഇതൊക്കെ പച്ചേ ഇവിടുന്നൊക്കെ പോകും കാണത്. നമ്മളിപ്പോ ഇവിടുന്ന് പോലെ അവിടെ കയറ്റിട്ടാ മതി. അവിടക്കൊന്നും പോവില്ല. പുട്ട് വീണ്ടും അത് നേരെ ഇങ്ങോട്ട് കയറ്റിക്കളേ. ആ ഫോൺ എടുത്താ സുബിയാ സുബിന് ആവശ്യമുണ്ടോ? എന്നാ കാട്ടിയാ പുട്ടേ ഇങ്ങോട്ട്. പൈസ ഇട്ടതില് മാത്രം കുടിച്ചാ മതി. ഓക്കെ നെക്സ്റ്റ്. ഇത് വലുതാട്ടത് 4 ആള് നിക്കണ്ട വരോടാ. ഓക്കെ റെഡി ടു പോട്ടെ കുറച്ചുകൂടി അങ്ങോട്ട്. പൊക്ക് ഒന്നുകൂടി പൊക്കെ. എറിഞ്ഞോ ഓക്കെ. വിളിച്ചോണ് ഏതോ ഈ ഇങ്ങോട്ട് നോക്കിക്കോ. ഇല്ലല്ല അത് കുത്തിലല്ല, തള്ളിയാ പോരും. നിങ്ങൾ 3 ആളിനെ മതിയടാ മുത്തുമണികളെ. കിട്ടിയടാ മേത്തേക്ക്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞില്ലേ? അതാ അവിടെയാണ്, അതാക്കണ അവിടെ. അത് കാണല്ല, അവൻ ഒറ്റക്ക് കൊണ്ടുവന്ന്. ഇന്നത്തെ പണി കഴിഞ്ഞില്ലേ ഇതിന്റെ? ഇതുമ്പൊന്ന് പണിയെടുക്കണ്ടോ?
ഇനി ആരുതാ പണി? ഇനി വെക്കലും വെക്കാക്കലൊക്കെ നമ്മളെ പണിയാ? എന്താടാ അങ്ങനെ പറയില്ല കേട്ടോ. എന്താ കുഞ്ഞാണിയാ? അല്ല നമുക്ക് വിളിച്ചടാ, എല്ലാരും വിളിച്ച എങ്ങനെയൊക്കെ വരുത്തണം നമുക്ക്. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാർഗം ചെയ്യാം. എന്താ വെച്ചാൽ ഇവരെന്നെ എല്ലാ പരിപാടിക്കും നയിക്കല്. അതെ, ഞാൻ പൊത്തങ്കോടോട് പറഞ്ഞിക്കണ അങ്ങനെ പൈസ തരില്ല, ഫ്ലക്സ് പൊന്തും, ഞങ്ങളത് മാത്രമേ ഉണ്ടാവുള്ളൂ. വീട്ടിലാണ്. അതിന് അക്കരക്ക് ഒഴിവാക്കട. കുറെ ദിവസമായി ഇവിടെ അങ്ങനെ തട്ടിത്തടഞ്ഞിട്ട്. കോളേജിക്ക് വറകട്ടിക്കാണ പോയത്. വറകട്ടിക്ക് പോയടാ. വറകട്ടിക്ക് പോയിച്ചല്ലേ? പോയി വറകട്ടിക്ക് പോയി. വറകട്ടിൻ്റെ ഉള്ളിൽ കയറി. ഓക്കെ, പിന്നെ നോക്കാം. വീട്ടിലാണ് ഞാൻ. ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നതാണ്. ഈ വിറകെടുക്കാനൊക്കെ ഈ വിറകട്ടിൻ്റെ ഉള്ളിലേക്കാണ് കറക്റ്റ് പോയത്. അത് കുറേ ആയി ഇവിടെ. ഇവിടുത്തെ ഒരു അതിഥിയാണ്. ചേരയാണ്, വിഷയമൊന്നുമില്ല. പക്ഷെ എന്നാലും കുട്ടികളാകുമ്പോഴേ വിഷയം തന്നെയല്ല. ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുള്ള നല്ല അയിലച്ചെമ്പാനാണ്. അതുകൊണ്ട് അതിങ്ങോട്ട് കഴിക്കട്ടെ. ചോർന്നോ? നിങ്ങളെന്തൊക്കെയാണ് അരച്ച് കുത്തി കുത്തിക്കുന്നു? സിനിമയും കാണാം, ടി വി ഉണ്ട്, രസമാണ്. ഇതും കഴിക്കട്ടെ. പറയും എന്താ വിഷയം? ഊഞ്ഞാല ഇതിപ്പോ പിടിച്ച് കെട്ടിയതാട്ടോ. ഇപ്പത്തെ വരെ താല്പര്യം. അങ്ങനെയാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ മേശനെ നമ്മളിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ, എന്നിട്ട് നമുക്ക് ഈ മേശനെ ഇങ്ങോട്ടാക്കി വെക്കാം. ഇനി അങ്ങനെ ആവില്ലല്ലോ. ഓക്കെ. ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാറുണ്ട്. അവരൊന്നും വരുന്നില്ല. അവർ കൺഫർമേഷൻ തന്നതാണ് വരുന്നൊക്കെ. വന്നാലും വന്നിട്ടില്ലെങ്കിലും ഇന്നത്തെ ദിവസം ഹോട്ടൽ അടക്കില്ല. കാരണം ബാക്കി പണി കഴിഞ്ഞിൻ്റെ പണിയൊക്കെ എടുക്കണം. ക്ലബിൽ നല്ലൊരു വോയിസ് എടുക്കണം. എന്ത് അത് ഇങ്ങോട്ട് എടുത്ത് ഉള്ളിൽ കിട്ടത്. ഓള് വരുമ്പോ കൊട്ടാ കേട്ടോ. മറ്റേ ഓള് വരുമ്പോഴൊക്കെ വേറെ ആരെങ്കിലും കൊണ്ടുപോയാല് എന്താ കാട്ടാ നമ്മള്? കാണാനല്ല കാരണം നോക്ക് സങ്കടാവൂലേ? അപ്പൊ അതിനൊക്കെ നല്ലത് നമ്മളെ വീടിന്റെ ഉള്ളിൽ കൊണ്ടുപോയാ കേട്ടോ. നമ്മളുടെ പ്രേക്ഷകർ ഇവിടെ വണ്ടൂർ എത്തിക്കണ്. അവരെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. അവരെ കാണിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കാണിക്കും. ഇല്ലാന്നെങ്കിൽ നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പാലത്തേക്ക് പോകണം പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അവർ വരുന്നതല്ല പോകണതാണ് അറിഞ്ഞില്ലേ? ആരൊക്കെ പൈസയും കിട്ടി മുട്ടായി വാങ്ങാം. പക്ഷെ എവിടേക്ക് ഞാൻ മുട്ടായി വാങ്ങണം. അതായത് നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കാണുന്ന അവർ വരുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അവർ വന്നു. അവർക്ക് വീഡിയോക്ക് താല്പര്യമുണ്ട് ചോദിച്ചപ്പോൾ എന്തായാലും അവർ എന്നെ കാണാൻ വേണ്ടി വന്നല്ലേ. അത് വേണ്ട എന്നുള്ളൊരു മൈൻഡായിരുന്നു. കുഴപ്പമില്ല. ഇത് കണ്ടെങ്കിൽ അവരെനിക്ക് തന്നിട്ടുള്ളൊരു ബാറ്ററിയാണത്. ഒരു പുതിയ ബാറ്ററി. മക്കളെ അവരുടെ കാറിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാറ്ററി ആയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അവരൊരു ട്രിപ്പ് പോയി വരുമ്പോഴേക്ക് അവരുടെ വണ്ടി സ്റ്റാർട്ടാവാതെയായി. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണെന്ന് കരുതി കമ്പനി അത് മാറ്റി. പക്ഷേ എങ്കിൽ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ ആര്യക്ക് കിട്ടിയിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ആര്യ? ഡയറി മിൽക്ക്, ഓരോന്ന് എടുക്കട്ടെ അങ്ങോട്ട്. റസ്ക്, ചോക്ലേറ്റ്, മൊമെന്റ്, ഇതൊക്കെ നമ്മൾ ഇതുവരെ വാങ്ങി. ഡാർക്ക് ഫാൻറ്റസി, ഡ്രസ്സ്. പൈസ അവിടെ വെച്ചു. ഇത് കാണിച്ചു കൊടുക്കണ്ടല്ലേ ആര്യ? ചോക്കോപ്പി, മുട്ടായി ഉണ്ട്. ഇനി കുറച്ച് ദിവസത്തിന് അച്ഛൻ മുട്ടായി തന്നെ കൊണ്ടുള്ളൂ കേട്ടോ. ചോക്കോ എന്താ അങ്ങനെ ഒരു മുട്ടായി കൊണ്ടല്ലേ? നമ്മൾ കാണുമ്പോൾ എന്താ വെച്ചു. പിന്നെ ഇതിലുണ്ട് ഒരുപാട് ചോക്ലേറ്റ്സ്. അതിൽ പിന്നെ ചിന്നുവിന് പറ്റിയതാണ്.
ഫ്രൂട്ട്സ് എന്ത് സാധനം ഇത് ഫ്രൂട്ട്സാണ് ഇതും ഫ്രൂട്ട്സാണ്. ഹായ് ഈവനിങ് സ്നാക്സ് നിങ്ങളെ വീട്ടിൽ അടിച്ച് കയറ്റി. പിന്നെ രണ്ട് കൂട്ട രണ്ടെന്നല്ലേ 5 കൂട്ടല്ലേ 5 കൂട്ടം ഡ്രസ്സ്. വാവ് ആര്യ ഒരു ബിഗ് താങ്ക്സ് ആണോളാ. താങ്ക് യു. ഓ പിന്നെ ആര്യ റംബുട്ടാന് വേണ്ടി ഒരു ദിവസം എന്താ പറയുക വാശി പിടിച്ചപ്പോൾ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം വാങ്ങിയിരുന്നു. ഇവരും തന്നെ റംബുട്ടാൻ കൊണ്ടുവന്നു. ഒരു റംബുട്ടാൻ കഴിച്ചോട്ടെ. എന്താ പണി? ഇത് കുരുവിൽ നിന്ന് പോരണത് കേട്ടോ. എന്താ വരിക്കേ കൊള്ളാം. ഞാൻ ഇനി എന്താ പറയുക താഴത്തേക്ക് പോവാണ്, പാലത്തേക്ക് പോവാണ്. 4:15 ഒരു ഇത്രയും സാധനം അരിക്കുള്ള ഡ്രസ്സും ഒക്കെ കൊണ്ട് വന്നവരാണ്. അവർ വന്ന് പോയി. എന്നാൽ പിന്നെ ഞാൻ നൈസായിട്ട് ഇനി ഇറങ്ങി നോക്കട്ടെ. ക്ലബ്ബത്തവർക്ക് ഞാൻ വോയിസ് വിട്ടതാണ്. പിന്നെ ഞാൻ പരിപാടി നോക്കട്ടെ കേട്ടോ. ചെങ്ങന്മാരെ പാളി എല്ലാം പാളി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനുണ്ട്, മിന്നാജുണ്ട്, ഇവിടെ നമ്മുടെ കുഞ്ഞിപ്പുണ്ട്. ഞങ്ങൾ 3 ആളുണ്ട്. പിന്നെ അത് മാത്രം ഒരു 3-4 ആൾക്കാരും കൂടി ഉണ്ട്, വേറെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ആ ഭാഗത്തായിട്ട് നമുക്ക് വെക്കേണ്ടിയിരുന്നത്. പക്ഷേ എങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പിലെ ആട്ട വോയിസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇതിലിങ്ങനെ ആൾക്കാർ ഇങ്ങനെ പാസ്സാകുന്നുണ്ട്. ഓരോരോ കാരണവും പറഞ്ഞ് പോവുകയാണ്. എന്താ ആരും വരുന്നില്ല. സമയം ഇപ്പോൾ 5:45 6 മണി ആവാറായി. ഈ വെയിൽ നോക്കണ്ടോ അപ്പം നല്ല പ്രകാശമുണ്ട്. ഒക്കെ പസ്തമിക്കും. അവസാനം നാട്ടിൽ ഞങ്ങൾ ഇത് വെക്കാം എന്ന് തന്നെ കരുതി. അധികം ആളൊന്നും വേണമെന്നില്ല എന്നുള്ളത് തീരുമാനിച്ചു. പ്രസാദ് ഉണ്ട്, കുഞ്ഞിപ്പുണ്ട്, മിന്നാജ് ഉണ്ട്, റൈസ് ഉണ്ട്, സതീസ് ഉണ്ട്, ഞാനുണ്ട്. റൈസ് സതീസ് നോക്കിക്കാനാണ് ഇല്ല ഒരു കാണാനാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ആയിട്ട് വെക്കണം. അതായത് നമുക്ക് അവിടെ നിന്നായിരിക്കും വ്യൂ കിട്ടുന്നതിൻ്റെ. ഞാൻ അവിടുന്ന് മേലെ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്കുള്ളൊരു വ്യൂ ഇവിടെ നിന്നായിരിക്കും. ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ ആയിരിക്കും. അതിമനോഹരമായുള്ള പാടാട്ടോ ഞങ്ങളെ പാടം. അപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്യുകയാണ്. 10-55 ആൾക്കാരുണ്ട് എങ്ങന്മാരെ ഈ ഒരു പരിപാടിയിൽ അംഗമായിട്ടുള്ളത്. പക്ഷെ ആരും വന്നില്ല. ഞാൻ ക്ലബ്ബിലിട്ട പോയിട്ടൊക്കെ വ്യർത്ഥമായി. എന്തായാലും നോക്കണ്ട. പ്രശാന്ത് കുയ്യെത്തുന്നു, മറ്റുള്ളവർ മണ്ണ് മാന്തുന്നു, മിന്നാജിനെ കൊണ്ട് ഞാനിതാക്കുന്നു. ഇവിടം തൊട്ട് ഏതാണ്ട് 20 അടി അത്രേ വെക്കുന്നുള്ളൂ. അവിടെ വരെ ആ ഒരു തെങ്ങിൻ്റെ അവിടെ വരെ ഉണ്ടാവും എന്ന് തന്നെ കരുതണം. നോക്കാം. ഒരുപാട് മക്കളൊക്കെ പാടത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുഴി തകർത്തിയായിട്ട് നടക്കുന്നു. ഞാൻ എൻ്റെ പരിപാടി നമ്മുടെ റേസ് ഉണ്ട് കേട്ടോ. ഇവിടെ റേസിനെ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. റേസ പറയും സ്റ്റാർട്ട് ചെയ്യാം. അല്ല പിന്നെ ഓ മിന്നാജ് ടെൻഷനായി. മിന്നാജിനെ ഒറ്റക്കാക്കി പോകുന്നതാണ് ഞാൻ. അപ്പോൾ നമ്മൾ തോടിൻ്റെ പറ്റിന് ചെക്കന്മാർ നേരത്തെ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ള കഴുങ്ങ് മുറിയണില്ല പൊട്ട് പറഞ്ഞാൽ ചീന്താണ് അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ആയിട്ട് വരും. നയിച്ചാതെങ്ങനെ നടക്കരുത്. ചെക്കണേ നേരത്തെ ഉഡായിപ്പും കാട്ടി നടക്കരുത്. അവസാനം പണി എടുപ്പിച്ചിട്ടുണ്ട്. വീഡിയോ ക്യാമറ നമ്മളവിടെ മേടിച്ചു. അല്ല എനിക്ക് ഈ കാര്യത്തിൽ വലിയ ഗ്രഹണമല്ല. അപ്പൊ എന്താ വെച്ചിട്ട് അറിയണ ആൾക്കാർ എടുക്കട്ടെ. വെറുതെ നാസാകണ്ടല്ലോ. വെറുതെ നാസാക്കണ്ട വെച്ചിട്ടാണ് ഞാൻ. ഇത് കൊയങ്ങിയ പറഞ്ഞോ? ഞാൻ വല്ല കൊയങ്ങ കുറച്ച് വർത്തനം പറയാം. അവിടെ ഒക്കെ കത്തി. അപ്പൊ അങ്ങനെ ഓ എൻ്റെ മക്കളെ കവുങ്ങും തോളിൽ വെച്ച് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. വെട്ടി കൊയങ്ങി സെറ്റാവില്ലട്ടാ. എന്നാ ശരിയല്ലട്ടാ കണ്ണാ, ഇതൊന്നും ശരിയല്ല അണ്ണാ. എന്താണ് ഒരു 4 കവുങ്ങ് കൊണ്ടിരുന്ന് മുറിച്ചിട്ടിട്ട് പിന്നെ ഒരു പരിപാടിക്ക് ഇല്ലാറല്ലേ? ഒന്നും ശരിയല്ലട്ടാ. മാറിക്കോ മോനെ.
ചോദിക്കുന്ന സമൂഹം. അതെ. നമുക്ക് സീനിയർ എടുക്കാമല്ലോ കുറച്ചു നേരം. കുറേ സീനിയർ എടുക്കാൻ. ഇതാരാണ് കറക്റ്റ് ജിമ്മക്കോ? അപ്പൊ വെച്ചിക്കണേ ഇപ്പൊ കുത്തിയ കുജിലൊക്കെ കുത്തിയല്ല കുജിലല്ല 3 കുജി കുത്തി, 2 വെച്ചു, 3 കുഴി കുത്തി, അതിൽ 2 കഴിഞ്ഞ് വെച്ച്. കുജ്ജി അറിയുമ്പോ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, കുജ്ജി കുജ്ജി പജ്ജ് നെജ്ജ് അല്ലേ? മുജ്ജ് മുജ്ജ് കജ്ജി കജ്ജി ഇജ്ജ് ഓനെ കാണിച്ചു കൊടുക്കേ. ഓൻ്റെ ഇവിടെ നമ്മളെ കണ്ടോ? ഓനെ ഇറക്കി വിട്ടാ മതി. ലേറ്റ് സംശയം. എന്തൊക്കെയായാലും നമ്മുടെ ഒരു വീഡിയോ വന്നപ്പോഴേക്ക് നമ്മുടെ കുറച്ച് ചെക്കന്മാരൊക്കെ വന്ന് ആക്റ്റീവാണ് പരിപാടി കേട്ടോ. നമ്മൾ ക്ലബിൻ്റെ ഗ്രൂപ്പിലേക്ക് ഒരു വോയിസ് അല്ല ഒരു വീഡിയോ വിട്ട്. അപ്പോൾ അതുമ്പോൾ സെറ്റാണ്. 20 അടിക്കാണ് ഞാൻ അവർക്ക് അളവ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് 20 അടിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട്. കാരണം ഇഞ്ഞാലും പൈസ തരികയാണെങ്കിൽ വെക്കാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ. കാല് നാട്ടി ഇനി നമുക്ക് ഫ്ലക്സ് കിട്ടിയാൽ അത് ഫ്രെയിമോട് കൂടിയിട്ട് ചെയ്യണം. ഓക്കെ, കാല് ഫുള്ളവിടെ നാട്ടി. അടുത്ത പരിപാടി നമുക്ക് അതിന് വിലങ്ങടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു കഴുങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് പൊളിക്കുകയാണ് ഞങ്ങൾ, അതായത് നടു പൊളിക്കുക. അപ്പോൾ കഴുങ്ങിൻ്റെ നടു പൊളിക്കാൻ സത്യം പറഞ്ഞാൽ സുഖമാണെങ്കിൽ പോലും കുറച്ച് ഐഡിയില്ലെങ്കിൽ പാളിപ്പോവും. അപ്പോൾ അത് കണ്ണനൊക്കെ നല്ല എക്സ്പീരിയൻസുള്ള ആളാണ്. അപ്പോൾ കണ്ണനാണ് ചെയ്യണത്. അത് കണ്ണ, ഇർഷാദ്, പ്രശാന്ത്, സൽമാൻ, മിന്നാജ്. ഓക്കെ, വാ ഉന്നം തെറ്റില്ലിട്ടാ. സമയം നോക്കിക്കോളൂ, 7:40. ഇർഷാദിൻ്റെ വണ്ടി ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നിർത്തിയേക്കുവാണ്. ലൈറ്റിൻ്റെ ചെറിയ കമ്മി. അപ്പോൾ കണ്ണ് ഇർഷാദ്, ഞാണ്ട് കുഞ്ഞിപ്പുണ്ട്, ഞങ്ങൾ ഓരോ കുത്തും കൂടി അതിന് വേണ്ടിയിട്ട് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഈ ഒരു ലൈറ്റിൻ്റെ പക്ഷേങ്കിൽ ആ ഒറ്റ ഒന്ന് മാത്രമേ ഇപ്പോൾ കത്തണുള്ളൂ, ബാക്കിയൊന്നും കത്തണില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ആകെ പണിയായത്. അയ്യാ പാളിയാണോ? മറ്റേ കത്തിയെടുത്ത് നോക്കാം. എന്തൊക്കെയായാലും ഞാൻ ഇന്നത്തെ പരിപാടി വിളിച്ച് അവസാനിപ്പിക്കുവാണ്. ഞാൻ വീട്ടിലേക്ക് പോകും കുറച്ച് കഴിഞ്ഞിട്ട്. ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ല വീഡിയോ വെച്ച് നാളെ വരെ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. പറയേ മതി. പോരെ, മതി, നാളെ മതി. ഈ അരുവിൽ വെച്ചാൽ മതി. ആരും കൊണ്ടുപോകില്ലല്ലോ.